രാത്രി 10 മണി സമയത്താണ് കേട്ടോ എൻ്റെ ബസ്. കാരണം പൊതുവേ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ രാത്രിത്തെ ബസ്സാണല്ലോ പിടിക്കുക. അതാകുമ്പോൾ കടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെത്തും. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണമല്ലോ. എന്തെങ്കിലും ഖാന കഴിച്ചില്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും വയറും വിശന്ന് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ വണ്ടി പോണ സമയത്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പോയി ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ക്രൈസ്റ്റിന് മുമ്പ് നിന്നായിരുന്നു ബോർഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് മടിവാളയിൽ നിന്നും ബോർഡ് ചെയ്യാം, ക്രൈസ്റ്റിന് മുമ്പ് നിന്ന് ബോർഡ് ചെയ്യാം. ക്രൈസ്റ്റിന് മുമ്പ് നിന്നാകുമ്പോൾ തൊട്ടടുത്തല്ലേ എന്ന് ഓർത്തിട്ടാണ് ക്രൈസ്റ്റിന് മുമ്പ് നിന്ന് കയറിയത്. അങ്ങനെ ഉള്ളിൽ കയറി. അപ്പോൾ എനിക്ക് കുറേ ലഗേജ് ഉള്ള കാരണം തന്നെ ചേട്ടനാണെങ്കിൽ ഇതെന്താ മോളെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ മൊത്തം വെക്കേറ്റ് ചെയ്ത് വരുന്നത്, വേറെ ഒന്നും വിചാരിക്കാതെ അതാ ഇത്ര ലഗേജ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒപ്പിച്ചെടുത്തു. അതിനുശേഷം രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ അപ്പം വന്നു കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും ലഗേജ് വരെ എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അപ്പം വന്നു കൂട്ടി തിരിച്ച് വീട്ടിൽ പറയുമ്പോഴാണ് അറിയുന്നത് അമ്മ വീട്ടിലില്ല, അമ്മ രാവിലെ തന്നെ ജിമ്മിൽ പോയേക്കുവാണ്. അപ്പോൾ വൂഫി മാത്രമേ രാവിലെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വൂഫിനെ കണ്ടതിൻ്റെ ഒരു ആർമാദത്തിൽ അവൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് നേരം.